ഇനി നമ്മൾ നോക്കുന്നത് 22-ാം തീയതിയിലത്തെ ഷിഫ്റ്റ് 1-നകത്തെ ക്വസ്റ്റ്യൻ നമ്പർ 5 ആണ്. സോ ക്വസ്റ്റ്യൻ നമ്പർ 5 ചോദിച്ചിരിക്കുന്നത് ശരിക്കും പറഞ്ഞാൽ ആപ്ലിക്കേഷൻ ഓഫ് ഡെറിവേറ്റീവ്സിനകത്തെ കോൺസെപ്റ്റ് ഉപയോഗിച്ച് വേണമെങ്കിൽ നമുക്കിത് ചെയ്യാം. സോ അപ്പോൾ നോക്കിക്കേ, എഫ് ഓഫ് എക്സ് ഈക്വൽ ടു എക്സ് റൈസ് ടു 2025 മൈനസ് എക്സ് റൈസ് ടു 2000 വേർ എക്സ് ബിലോങ്സ് ടു 0 to 1 എന്നുള്ളൊരു ഇൻ്റർവെല്ലിനുള്ളിലാണ് എക്സിൻ്റെ വാല്യൂ ആൻഡ് ദ മിനിമം വാല്യൂ ഓഫ് ദി ഫംഗ്ഷൻ function f of x in the interval 0 to 1 be 80 whole raised to 80 into n raised to minus 81 തന്നിട്ടുണ്ട്. ദെൻ എന്നിൻ്റെ വാല്യൂ എത്രയാണ് നമ്മുടെ ചോദ്യം. റെഡി അല്ലേ? അപ്പോൾ ഇവിടെ നമുക്ക് മിനിമം വാല്യൂ ഒക്കെ ആയതുകൊണ്ട് നമ്മുടെ ഫംഗ്ഷൻ തന്നിരിക്കുന്നതുകൊണ്ട് നമുക്ക് ആപ്ലിക്കേഷൻ ഓഫ് ഡെറിവേറ്റീവ്സിൻ്റെ കോൺസെപ്റ്റ് ഉപയോഗിച്ച് നമുക്ക് എന്ത് ചെയ്യാം, ഇവിടെ ചെയ്യാം. അപ്പോൾ നമുക്ക് മിനിമം ആണെങ്കിലും മാക്സിമം ആണെങ്കിലും എന്താണെങ്കിലും നമ്മൾ ആദ്യം എന്ത് കണ്ടുപിടിക്കണം, എഫ് ഡാഷ് എക്സ് നമ്മൾ മസ്റ്റ് ആയിട്ടും കണ്ടുപിടിക്കണം. സോ എഫ് ഡാഷ് എക്സ് കണ്ടുപിടിച്ച മക്കളെ 2025 എക്സ് റൈസ് ടു 2024 എന്ന് വരും അല്ലേ, മൈനസ് 2000 ഇൻറ്റു എക്സ് റൈസ് ടു 1999 നമുക്ക് കിട്ടും. റെഡി അല്ലേ മക്കളെ? ദെൻ നമുക്കറിയാം മിനിമം ആണെങ്കിലും മാക്സിമം ആണെങ്കിലും നമുക്ക് എന്ത് ചെയ്യണം, എഫ് ഡാഷ് എക്സിനെ നമ്മൾ 0യോട് നമ്മൾ ഇക്വേറ്റ് ചെയ്യണം അല്ലേ. സോ എഫ് ഡാഷ് എക്സ് ഈക്വൽ ടു 0യോട് ഇക്വേറ്റ് ചെയ്ത് നമ്മൾ ക്രിട്ടിക്കൽ പോയിന്റ്സ് കണ്ടുപിടിക്കണം. സോ നമുക്കിവിടെ 2025 x raised to 2024 minus 2000 then x raised to 1999 equal to 0. സോ നമുക്ക് ഇതിനകത്തുനിന്ന് x raised to 1999 നമ്മൾ കോമൺ ആയിട്ട് പുറത്തെടുത്ത് നമുക്ക് 2025 then x raised to ഒരു 25 നമുക്ക് കിട്ടും. ദെൻ ഇവിടെ നമുക്ക് 200 ആയിരിക്കും നമുക്ക് കിട്ടാൻ പോകുന്നത് ഈക്വൽ ടു 0. സോ ഇവിടെ നമുക്ക് രണ്ടെണ്ണം കിട്ടും, x raised to 1999 ഈക്വൽ ടു 0 എന്നും കിട്ടും. ദെൻ 2025 എക്സ് റൈസ് ടു 25 മൈനസ് 2000 ഈക്വൽ ടു നമുക്ക് 0 എന്നും കിട്ടും. സോ ഇവിടുന്ന് ഇതിനകത്ത് നമുക്ക് എക്സ് ഈക്വൽ ടു 0 എന്നും കിട്ടും. ഓക്കെ, ഇവിടെ നമുക്ക് എക്സ് ഈക്വൽ ടു 0 എന്നും കിട്ടും. അതുപോലെ തന്നെ ഇവിടെയോ നമുക്ക് എത്ര കിട്ടും, 2025 എക്സ് റൈസ് ടു 25 ഈക്വൽ ടു 2000 എന്ന് കിട്ടും. സോ എക്സ് റൈസ് ടു 25 ഈക്വൽ ടു നമുക്ക് എത്ര കിട്ടും, 2000 ഡിവൈഡ് ബൈ 2025 കിട്ടും. ദാറ്റ് ഈസ് 80/81 ആയിരിക്കും നിങ്ങൾ ഇത് ചെയ്താൽ കിട്ടുന്നത്. സോ അപ്പം എക്സ് റൈസ് ടു 25 ഈക്വൽ ടു നമുക്ക് 80/81 എന്ന് കിട്ടിയാൽ എക്സിൻ്റെ വാല്യൂ കണ്ടുപിടിക്കാൻ ഹോൾ റൈസ് ടു 1/25 നമ്മൾ രണ്ടിടത്തും എടുക്കുമ്പോൾ 80/81 ഹോൾ റൈസ് ടു 1/25 എന്ന് കിട്ടും. ഇതായിരിക്കും നമുക്ക് ഇവിടുന്ന് എക്സിൻ്റെ വാല്യൂ കിട്ടുന്നത്. റെഡി അല്ലേ മക്കളെ? സോ ഇനി നമുക്ക് എന്താ വേണ്ടത്, നമ്മളോട് പറഞ്ഞിരിക്കുന്നത് ദ മിനിമം വാല്യൂ ഓഫ് ദ ഫംഗ്ഷൻ ഇൻ ദ ഇന്റർവൽ 0 to 1. ഓക്കെ, അപ്പോൾ 0 to 1 മിനിമം വാല്യൂ കണ്ടുപിടിക്കാനാണ് നമ്മളോട് പറഞ്ഞിരിക്കുന്നത്. ക്ലിയർ ആണോ മക്കളെ? റെഡി ഗായ്സ്? സോ അപ്പം ഇൻ 0 to 1 നമുക്ക് മിനിമം വാല്യൂസ് കണ്ടുപിടിക്കണം. റെഡി? അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, അറ്റ് എക്സ് ഈക്വൽ ടു 0 വാല്യൂ നമുക്ക് കണ്ടുപിടിക്കണം, അറ്റ് എക്സ് ഈക്വൽ ടു 1 വാല്യൂ നമുക്ക് കണ്ടുപിടിക്കണം, ആൻഡ് അറ്റ് എക്സ് ഈക്വൽ ടു നമ്മുടെ ക്രിട്ടിക്കൽ പോയിന്റ് ആയ ഇതിലും നമുക്ക് വാല്യൂസ് കണ്ടുപിടിക്കണം. ഓക്കെ, സോ നമുക്ക് അറ്റ് എക്സ് ഈക്വൽ ടു 0 കണ്ടുപിടിക്കാം. അറ്റ് എക്സ് ഈക്വൽ ടു 0 നമുക്ക് എഫ് ഓഫ് 0 എടുത്താൽ നമുക്ക് എന്ത് തന്നെ കിട്ടും മക്കളെ? നോക്കിക്കേ, എഫ് ഓഫ് എക്സ് എന്ന് പറഞ്ഞ ഫംഗ്ഷൻ എന്താ, ഇതാണ്. ഇവിടെ 0 കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ആൻസർ എത്ര കിട്ടുകയുള്ളൂ, 0 എന്ന് തന്നെ കിട്ടുകയുള്ളൂ. ഇനി നമുക്ക് അറ്റ് എക്സ് ഈക്വൽ ടു 1 നോക്കാം. എക്സ് ഈക്വൽ ടു 1 നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ 1 റൈസ് ടു എന്ത് വന്നാലും 1 ആണ്, 1 റൈസ് ടു എന്ത് വന്നാലും 1 ആണ്. സോ 1 - 1 നമുക്ക് അത് എന്ത് തന്നെ കിട്ടി, നമുക്ക് 0 എന്ന് തന്നെ കിട്ടി. എഫ് ഓഫ് 1 നമുക്ക് 0 തന്നെ കിട്ടും. ഇനി നമുക്ക് അടുത്തത് അറ്റ് എക്സ് ഈക്വൽ ടു എന്താണ് മക്കളെ, 80/81 ഹോൾ റൈസ് ടു 1/25 ആണ്. ക്ലിയർ? അപ്പോൾ നമുക്ക് എഫ് ഓഫ് 80/81 ഹോൾ റൈസ് ടു 1/25 നമ്മൾ കണ്ടുപിടിക്കണം. സോ നമ്മൾ എങ്ങനെ കണ്ടുപിടിക്കാം, 80/81 ഹോൾ റൈസ് ടു 1/25 ഹോൾ റൈസ് ടു 2025 അല്ലേ, എക്സ് റൈസ് 2025 മൈനസ് എക്സ് റൈസ് ടു 2000 എന്നല്ലേ നമ്മുടെ ഫംഗ്ഷൻ. സോ 80/81 ഹോൾ റൈസ് ടു 1/25 ഹോൾ റൈസ് ടു 2000. റെഡി? ഇതാണ് നമുക്ക് കിട്ടുന്നത്. ഇത് കുറച്ച് ലെങ്തി ആണ് നമുക്ക്, പക്ഷേ എന്നാലും നമുക്ക് ചെയ്യാൻ പറ്റും കേട്ടോ. സോ ഇനി നമ്മൾ ആ പവേഴ്സ് ഒന്ന് സിംപ്ലിഫൈ ചെയ്താൽ നമുക്ക് എത്ര കിട്ടും, 80/81 ഹോൾ റൈസ് ടു 81 മൈനസ് 80/81 ഹോൾ റൈസ് ടു നമുക്ക് എത്ര കിട്ടും മക്കളെ, ഇത് നമുക്ക് 80 എന്ന് കിട്ടും. റെഡി ആണല്ലോ? ഓക്കെ, സോ അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് കിട്ടിയിരിക്കുന്നത്. സോ ഇതിനകത്ത് നമുക്കൊരു 80/81 ഹോൾ റൈസ് ടു 80 നമുക്ക് കോമൺ ആയിട്ട് പുറത്തെടുത്താൽ ഇവിടെ നമുക്കൊരു 80/81 മൈനസ് 1 എന്ന് കിട്ടും അല്ലേ. സോ നമുക്ക് 80/81 ഹോൾ റൈസ് ടു 80 ദെൻ ഇവിടെ നമുക്ക് മൈനസ് 1/81 എന്ന് കിട്ടും. ഓക്കെ, റെഡി? ഏകദേശം ആൻസറിലേക്ക് നമ്മൾ എത്തി കേട്ടോ. ഓക്കെ, സോ നമ്മുടെ ക്വസ്റ്റിനകത്ത് നമ്മളോട് പറഞ്ഞിരിക്കുന്ന മിനിമം വാല്യൂ എങ്ങനെയാണ്, 80 റൈസ് ടു 80 ഇൻറ്റു n റൈസ് ടു -81. എന്നിൻ്റെ വാല്യൂ എത്രയാണ് നമ്മളുടെ ചോദ്യം. റെഡി അല്ലേ? ഓക്കെ, സോ നമുക്ക് 80 റൈസ് ടു 80 കിട്ടും. ആൻഡ് ഇവിടെ നമുക്ക് ഓക്കെ, ഒരു മിനിറ്റ്, നമ്മുടെ ക്വസ്റ്റിനകത്തുള്ളത് ഓക്കെ 80 raised to 80 then n into -81 എന്നാണ്. ഓക്കെ, അപ്പോൾ അത് നമ്മൾ
ഓർത്ത് വെച്ചോണേ. അപ്പോൾ നമുക്ക് അടുത്തത് -1 ഇൻറ്റു 81 ഹോൾ റൈസ് ടു 80 ഇൻറ്റു 81 എന്ന് കിട്ടും. അപ്പം 80 ഹോൾ റൈസ് ടു 80 ഇൻറ്റു ഇവിടെ നമുക്ക് -1 ഉണ്ട്, ഒരു -1 ഉണ്ട്, ആൻഡ് നമുക്ക് ഇത് 81 ഹോൾ റൈസ് ടു 81 എന്ന് കിട്ടും. ഓക്കെ, റെഡി അല്ലേ മക്കളെ? നോക്കിക്കുക. അപ്പോൾ നമ്മുടെ പാറ്റേൺ നമുക്ക് കിട്ടിയിരിക്കുന്നത് എന്തായിരുന്നു? നമ്മളോട് പറഞ്ഞിരിക്കുന്നത് 80 റൈസ് ടു 80 ഇൻറ്റു n ഇൻറ്റു റൈസ് ടു -81. ഇത് മേലെ പോയില്ലേ, ഈ ഡിനോമിനേറ്റർ മേലെ പോയി, അപ്പോൾ അത് മൈനസ് വരും കേട്ടോ. ഓക്കെ, സോ നമുക്ക് എന്നിൻ്റെ സ്ഥാനത്ത് ഇപ്പോൾ എന്താ ഉള്ളത്? -81 ആണ് നമുക്കുള്ളത്. കമ്പയർ ചെയ്താൽ ഇതായിരിക്കും നമുക്ക് എന്നിൻ്റെ സ്ഥാനത്ത് -81 ആയിരിക്കും നമുക്ക് കിട്ടുന്ന വാല്യൂ എന്ന് പറയുന്നത്. റെഡി അല്ലേ? സോ -81 ആണ് നമ്മുടെ കറക്റ്റ് ആൻസർ. സോ നോക്കിക്കേ, -81 ഓപ്ഷൻ എ ആണ്, അല്ലെങ്കിൽ ഒന്നാമത്തെ ഓപ്ഷൻ ആണ് നമ്മുടെ കറക്റ്റ് ആൻസർ. ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നു. റെഡി അല്ലേ?